ആർട്ടിക്കിൾ 25 പ്രകാരം ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാനായിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രൊഫസ് ചെയ്യുവാനായിട്ടുള്ള അധികാരം ഓരോ മതങ്ങൾക്കുമുണ്ട്. മതവിശ്വാസം സ്വന്തമായിട്ട് പ്രൊഫസ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ചില മറവികൾ വരുമ്പോൾ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതിനു മുമ്പ് ഇങ്ങനെ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ടോ? 2026 ജനുവരിയിൽ ബംഗാളിൽ സരസ്വതി പൂജയുടെ സമയത്ത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പരീക്ഷ കൊണ്ടുവന്നിരുന്നു. ബംഗാൾ ഗവൺമെൻറ് പറഞ്ഞു അത് മാറ്റിയേ തീരൂ. പ്രക്ഷോഭങ്ങളായി അവർ അത് മാറ്റിവെച്ചു. 2025 തമിഴ്നാട്ടിൽ പൊങ്കൽ ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ പരീക്ഷ കൊണ്ടുവന്നിരുന്നു. തമിഴ്നാട് സർക്കാർ പറഞ്ഞു മാറ്റിവെക്കുക, പരീക്ഷ മാറ്റിവെക്കുക. അവരുടെ രണ്ടുപേരുടെയും സാംസ്കാരികമായ തനിമയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ പരീക്ഷകൾ മാറ്റിവെച്ചു. നിർഭാഗ്യമെന്നേ പറയേണ്ടതുണ്ടോ? കേരളത്തിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിട്ട് ക്രൈസ്തവ സമൂഹം കൂടുതൽ വസിക്കുന്ന കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾ ഒരാൾ അല്ലെങ്കിൽ 2 പേർ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു പരീക്ഷയ്ക്കെതിരെ ശബ്ദമുയർത്തിയെന്നത് വേദനാജനകമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടുവരുന്ന രാഷ്ട്രീയ അജണ്ടകൾക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളും അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിൽക്കുന്നുവെന്നുള്ളത് കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിൽ നാണംകെട്ട അവസ്ഥയാണ് എന്ന് പറയാതെ വയ്യ. എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ മിണ്ടാതിരിക്കുന്നു? ചിന്തിക്കേണ്ടതാണ്. ക്രിസ്ത്യൻ സമൂഹം ഇവിടെ ഇരയാകപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. അതിന് കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓർക്കുക, ആർട്ടിക്കിൾ 14 പ്രകാരം എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത്. ബംഗാളിലെയും തമിഴ്നാട്ടിലെയുമൊക്കെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷ മാറ്റിവെക്കുമെങ്കിൽ ആ അവകാശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൈനോറിറ്റി ആയിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിനുമുണ്ട്. അത് സംരക്ഷിക്കുവാനായിട്ടുള്ള ബാധ്യത ഇവിടുത്തെ ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയുക. ഇനി കേന്ദ്ര സർക്കാരിനോടാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ അജണ്ടകളെ ഇങ്ങനെ കയറ്റിവിടുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്താണ് കോടതിയിൽ നിന്ന് നിങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടായത്. കേരളത്തിലെ ഇന്ത്യയിലെ ജുഡീഷ്യറിയെപ്പറ്റി തെറ്റായ പഠനം NCERTയുടെ സിലബസിൽ വന്നു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ആ പുസ്തകങ്ങൾ പിൻവലിക്കുക. നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളുടെ വേദിയായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ മാറ്റരുത് എന്ന ഒരു ചിന്തയാണുള്ളത്. ശരിയാണ്, വിദ്യാർത്ഥികൾക്ക് പഠനം മുഖ്യം തന്നെയാണ്. ആ പഠനം മുഖ്യമായിരിക്കുമ്പോൾ തന്നെ അവരുടെ മതപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള തനിമ നിലനിർത്തുവാനും കൂടെ നിങ്ങൾ അനുവദിക്കണം. നിങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടിയിട്ട് ഭാരതത്തിൻ്റെ ഭരണഘടനയെ തുറുങ്കിലിടല്ല എന്ന് മാത്രമാണ് പറയുവാനുള്ളത്.